ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൻ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീരയും നാളികേര പാലും വെച്ചിട്ടുള്ള ഒരു ഇലക്കറിയാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ചീരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ചുവന്ന ചീര, വെള്ള ചീര എന്നൊക്കെ പറഞ്ഞ് പല ചീരകളുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നല്ലതാണ് ചീര. അപ്പോൾ നമ്മളിവിടെ ഒരു പിടി ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 സവാള, ആവശ്യത്തിന് കറിവേപ്പില, 1 മുറി നാളികേരം, 1 തക്കാളി, 4 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ്. ഇത് രണ്ടും താളിക്കാനാണ്. ചെറിയുള്ളി, 2 വറ്റൽമുളകും. ഇനി നമുക്ക് നാളികേരം ചിരകി എടുക്കണം. ചീര ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കിനി ഈ കറിയിലേക്ക് വേണ്ട പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. കറിക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ചീര ഇതേപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നാളികേരം ചെറുകി എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും എല്ലാം നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ ഇഞ്ചിയും തക്കാളിയും വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഈ നാളികേരം ചെറുകി വെച്ചതിന്റെ പാല് പിഴിഞ്ഞെടുക്കണം. നാളികേര പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ പാൻ വെക്കാം. അതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കടുകിടാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് നിർത്താതെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പുളിയുടെ ടേസ്റ്റ് കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് 2 തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി എടുക്കാവുന്നതാണ്. തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. ഇനി ചീര നല്ലപോലെ ഈ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇലകളിലെല്ലാം മസാല പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ചീരയെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം ഒന്നുകൂടി ആവിയിൽ വേവിക്കാം. ചീര നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച ചീരയല്ല, അത് വെന്ത് വന്നപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ച നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എടുത്ത ബൗളിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട്
ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാലിൽ ഇരിക്കുന്തോറും കറിയുടെ കളറ് മാറി വരും. ഏകദേശം ആ ചീരയുടെ മെറൂൺ ഷെയ്ഡൊക്കെ കറിക്ക് നമുക്ക് തോന്നും. അപ്പോൾ പാൽ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിടാം. കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് കറിയിലേക്ക് താളിക്കാവുന്നതാണ്. നമ്മുടെ ചീര പാലുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇലക്കറികളിലെ ഏറ്റവും നല്ലൊരു വിഭവമാണ് ചീര. ഇപ്പോൾ നമുക്ക് ചീര കൊണ്ട് തോരൻ വെക്കാൻ തികയാത്തൊരു സമയത്ത് ചെറിയ അളവിൽ ചീര കൊണ്ട് നമുക്ക് ഇങ്ങനെ പാലുകറി വെക്കാവുന്നതാണ്. തീർച്ചയായും എല്ലാവർക്കും അത് ഇഷ്ടമാകും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.